അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ലോകകപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകളും കമൻറ്റുകളും ഒക്കെ നമ്മളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ ഒരു കമൻറ്റ് ഒരാൾ അയച്ചു തന്നു. പിന്നെ ഇപ്പോൾ രാത്രി 3 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ടാണ് ആൾക്കാർ കളി കാണുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ചെറുപ്പക്കാർക്കൊക്കെ 3 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ കഴിയും. അപ്പോൾ എന്നാൽ അങ്ങനെ കഴിയുമെങ്കിൽ അവർക്കൊരു വിത്രൊക്കെ ജീവിതത്തിൽ എപ്പോഴും നിസ്കരിക്കാമല്ലോ. അവരിപ്പോൾ അള്ളാഹുവിന് മുമ്പിൽ തെളിയിച്ചിരിക്കുകയാണല്ലോ ഈ സമയത്തൊക്കെ എഴുന്നേൽക്കാൻ പറ്റുന്നത്. ഇതുവരെ എനിക്ക് ജോലി തിരക്കാണ്, അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഒഴിവായിരുന്ന ആളുകൾക്ക് ഇപ്പോൾ അവരുടെ ജീവൻ കൊണ്ട് അവർ തെളിയിച്ചിരിക്കുകയാണ് അവർക്ക് 3 മണിക്കും 2 മണിക്കൊക്കെ എഴുന്നേൽക്കാൻ കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് കണ്ടു. അപ്പോൾ സ്വാഭാവികമായും ഈ ഫുട്ബോളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കിപ്പോൾ ഫുട്ബോൾ എന്നുള്ള അതിൻ്റെ രൂപം വെച്ചിട്ട് അത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്നൊന്നും അങ്ങനെ ആരും പറഞ്ഞതായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ സ്വാഭാവികമായും അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ സംഗതികൾ വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ഹലാലും ഹറാമും തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം അതാണ്. ഒന്ന്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഒരു വിശ്വാസി എന്ത് ചെയ്യുമ്പോഴും അത് അവനെന്ത് പ്രയോജനം കിട്ടും, തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും തൻ്റെ നന്മകൾ വർദ്ധിപ്പിക്കുവാനും എന്ത് കിട്ടും എന്ന് ചിന്തിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് പ്രത്യേകിച്ച് പുണ്യവും കാര്യങ്ങളൊന്നും കിട്ടാനില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി നമ്മുടെ പണവും നമ്മുടെ ആയുസ്സും കണ്ടമാന സമയമൊക്കെ വിനിയോഗിക്കുന്നത് എന്തായിരുന്നാലും ശ്രദ്ധിച്ച് വേണമെന്ന തോന്നൽ എല്ലാവർക്കും ഉള്ളതാണ്. ഈ കളി കാണുന്നവർക്കും കാണാത്തവർക്കും ഒക്കെ ഉള്ള ഒരു കാര്യമാണത്. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ഇത് പണ്ഡിതന്മാർ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ കടമകളത് ബാധിക്കാൻ പാടില്ല എന്നാണ്. കടമകൾ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളോട് കടമുണ്ട്. ഇന്ന നഫ്സിക്ക ആലേക്ക് ഹക്ക് എന്നാണ്. നമ്മുടെ ഉറക്കം, നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനം തന്നെയല്ലേ. അപ്പോൾ നിരന്തരമായിട്ട് മണിക്കൂറുകളോളം ഉറക്കമൊഴിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ എത്ര നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കുക. എപ്പോഴെങ്കിലുമൊക്കെ ഒരു കളി കാണുന്നതല്ല. ഇതൊക്കെ ഇപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ഒരു കളിയും മിസ്സാവാതെ കാണുന്ന ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആലോചിച്ചാൽ അവർക്ക് എത്രമാത്രം ഇതിൻ്റെ കടമ നിർവഹിക്കാൻ പറ്റും. അതേമാതിരി നമുക്കൊരു ജോലി ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ആ ജോലിയിൽ നമുക്കൊരു കടമ ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ നമ്മൾ അവരെ ഒഴിച്ചു വിടും. കാരണം ഇനി നമ്മളെ കിട്ടൂല എന്നതിലൊക്കെ നമ്മളെ അവിടെ ഒഴിവാക്കി വിടുകയാണ് സാധാരണ ചെയ്യുക. അപ്പോൾ ഇത്തരം കടമകളിലും കാര്യങ്ങളിലുമെല്ലാം നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ. ഏറ്റവും പ്രധാന നമസ്കാരമാണ്, അള്ളാഹുവോടുള്ള കടമയാണല്ലോ അത്. നമസ്കാരം വളരെ പ്രധാനമാണ്. ഈ കളിയൊക്കെ ഒരു 4 മണിക്ക് അവസാനിച്ചങ്ങാട്ട് അങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ 8 മണിക്കും 10 മണിക്കൊക്കെ നീക്കുന്ന സുബഹി നഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അതൊക്കെ എന്തായാലും വളരെ ശക്തമായ തെറ്റാണെന്ന കാര്യത്തിൽ ആർക്കാ സംശയമുള്ളത്. അയാളുടെ സുബഹി നമസ്കാരം മുടങ്ങാൻ ആ കളി കാരണമായിട്ടുണ്ടെങ്കിൽ തികച്ചും ആ കളി കാണൽ അയാളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായ കാര്യം, കുറ്റം കിട്ടുന്നുള്ളതാണ്. അയാൾ നിസ്കാരം എന്ന കടമ നിർവഹിക്കാതിരിക്കാൻ കാരണം അതാണെങ്കിൽ അയാൾക്ക് കുറ്റം കിട്ടുന്നൊരു കാര്യത്തിൽ ഉറപ്പല്ലേ. അപ്പോൾ നമ്മളിതുവരെ തുടർന്ന് വരുന്ന നമ്മുടെ ദീനി കടമകൾ വിസ്മരിക്കാതെ, നമ്മുടെ ജോലിയെ ബാധിക്കാതെ, നമ്മുടെ ശാരീരികമായ ആരോഗ്യത്തെ ബാധിക്കാതെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു മാനസിക സന്തോഷം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിമിതപ്പെടുത്തി കാണുക എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ന് ഇതിലുണ്ടാകുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ വേറെയും കുറേ അനുബന്ധമായ തിന്മകൾ വരുന്നുണ്ട്. ഒന്ന് തഅസ്സുബാണ്, അതായത് ഒരു കക്ഷിത്വം. ഫാൻസുകൾ, ഓരോ ടീമുകളുടെയും ഫാൻസുകൾ, എന്നിട്ട് അതിനു വേണ്ടി എത്രയോ ലക്ഷക്കണക്കിന് രൂപകൾ അവരെന്ത് ചെയ്യുന്നു, ചിലവാക്കുന്നു, പരസ്പരം ഏറ്റുമുട്ടുന്നു, തെറി പറയുന്നു, വാട്സപ്പിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ആർക്കോ എവിടെയോ കിടക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു. നമ്മുടെ ഇസ്ലാമിക മര്യാദകൾ ലംഘിച്ചുകൊണ്ടുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുന്നു. ഇതൊക്കെ വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുക, വലിയ പണം ഇതിനു വേണ്ടി ദൂർത്തായിട്ട് ചിലവഴിക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു വിശ്വാസം മുന്നോട്ട് പോകാൻ നമ്മൾ ചെയ്യുന്നതിൻ്റെ കണക്കൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്ത് കൊടുക്കേണ്ടി വരും എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയാണ് നമ്മൾ ഏതൊരു കാര്യത്തിലും ഇടപെടേണ്ടത്.